പറ്റുമോ? നമുക്ക് തുടങ്ങാം. First question, there is but securities cannot be sold at a reasonable price on short notice is called. 4 ഓപ്ഷൻ ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്, പർച്ചേസിംഗ് പവർ റിസ്ക്, ഡിഫോൾട്ട് റിസ്ക്. ഹലോ, നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ആവണില്ല. നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇതിന്റെ ആൻസർ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. അത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാലേ ഇതിന്റെ ആൻസർ എന്താണ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം? ഇതിൽ ഏതെങ്കിലും ടേംസിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്താണോ, ലിക്വിഡിറ്റി റിസ്ക് എന്താണോ, പർച്ചേസിംഗ് പവർ റിസ്ക് എന്താണോ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യണേ. ഡൗട്ട് ഉള്ളവര് ഒന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സെക്യൂരിറ്റീസിന്റെ വാല്യൂല് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മളൊരു 50 രൂപയുടെ സെക്യൂരിറ്റി, അതായത് 50 രൂപയുടെ സെക്യൂരിറ്റി നമുക്ക് 5% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, മാർക്കറ്റിൽ ആ സെക്യൂരിറ്റി 50 രൂപയുടെ സെക്യൂരിറ്റിക്ക് ഒരു 6% ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. സ്വാഭാവികമായും ഇൻവെസ്റ്റേഴ്സ് എവിടെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എവിടെയാണോ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നത് അവിടെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ സെക്യൂരിറ്റീസ് വിൽക്കാൻ വേണ്ടി നമ്മൾ ആ സെക്യൂരിറ്റി വില കുറച്ച് വിൽക്കേണ്ടി വരും അല്ലേ? എന്നാൽ മാത്രമേ നമ്മുടെ സെക്യൂരിറ്റി സെയിൽ ആകുള്ളൂ. കാരണം 50 രൂപയ്ക്ക് മാർക്കറ്റിൽ 6% സോ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ വാല്യൂ കുറയും അല്ലെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ലിക്വിഡിറ്റി റിസ്ക് എന്ന് വെച്ചാൽ എന്താ? ലിക്വിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റീനെ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, കൺവേർട്ടബിൾ ഇൻടു ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പെട്ടെന്ന് ക്യാഷ് ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ ഹൈലി ലിക്വിഡ് എന്ന് പറയും. ഇനി പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ ലിക്വിഡിറ്റി കുറവുള്ള സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ലോ ലിക്വിഡിറ്റി ആയിരിക്കും ആ സെക്യൂരിറ്റിക്ക്. ലിക്വിഡിറ്റി റിസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഒറിജിനൽ പ്രൈസ്, അതേ പ്രൈസ് നമുക്ക് അതിനെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റാത്ത അവസ്ഥ. ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റിക്ക് ഉള്ളതിനേക്കാൾ കുറഞ്ഞ വിലയെ മാത്രമേ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഇനി അടുത്തത് പർച്ചേസിംഗ് പവർ റിസ്ക്. പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് വെച്ചാൽ എന്താ? പർച്ചേസിംഗ് പവർ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി വാങ്ങാനുള്ള എബിലിറ്റിനെയാണ് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാ ഈ പർച്ചേസിംഗ് പവറിൽ ഒരു റിസ്ക് വരുന്നത്? എപ്പോഴാ റിസ്ക് വരുന്നത്? ഒരു റീസൺ പറയാവോ? പർച്ചേസിംഗ് എക്സാക്ട്ലി ഇൻഫ്ലേഷൻ വരുമ്പോഴാണ്. അതായത് ഇൻഫ്ലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണപ്പെരുപ്പം, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒക്കെ വില കൂടും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ 1 കിലോ ഒനിയൻ
നമ്മൾ ഒരു 50 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നതെന്ന് വിചാരിക്കാം, വാങ്ങിക്കൊണ്ടിരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ സപ്പോസ് ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്മോഡിറ്റീസിന്റെ വില കൂടും. അപ്പൊ ആ സെയിം കമ്മോഡിറ്റിക്ക് 100 റുപ്പീസായി മാറി. നേരത്തെ 50 റുപ്പീസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 1 kg വാങ്ങാമായിരുന്നു. ഇപ്പൊ 50 റുപ്പീസ് ഉണ്ടെങ്കിൽ എത്ര kg വാങ്ങാൻ പറ്റും? ഹാഫ് kg വാങ്ങാൻ പറ്റൂ. ദാറ്റ് മീൻസ് നേരത്തെ വാങ്ങി എത്രയും നമുക്കിപ്പോ വാങ്ങാൻ പറ്റുന്നില്ല, അല്ലെ? നമ്മുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു. അതിനെയാണ് പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കണ്ടേ? നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. ബോറിംഗ് ആണോ ഇത് ഇനി റിപ്പീറ്റ് ആയിട്ട് എടുക്കുന്നത്? ഓക്കെ, അടുത്തത് ഡിഫോൾട്ട് റിസ്ക്. ഡിഫോൾട്ട് റിസ്കിന്റെ മറ്റൊരു പേരാണ് ക്രെഡിറ്റേഴ്സ് റിസ്ക്. ഓക്കെ, ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ പൈസ വാങ്ങി, ഓക്കെ, ആ പൈസ അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് അവർ പേ ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ, അതിനെയാണ് ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരാള് പൈസ, ഒരു ബോറോവർ പൈസ ലെൻഡ് ചെയ്തു, എന്നിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് ഇല്ല, ആ സിറ്റുവേഷനെയാണ് നമ്മൾ ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 4 കൺസെപ്റ്റും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റിസ്ക് ദാറ്റ് സെക്യൂരിറ്റീസ് കാനോട്ട് ബി സോൾഡ് അറ്റ് റീസണബിൾ പ്രൈസ്. അതായത് നമുക്ക് സെക്യൂരിറ്റീസിനെ അതിന്റെ റീസണബിൾ പ്രൈസിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയെ നമ്മൾ പറയുന്നത് ലിക്വിഡിറ്റി റിസ്ക് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്, ലിക്വിഡിറ്റി റിസ്ക്. ഓക്കെ, സെക്കൻഡ് വൺ നോക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക് കേട്ടോ. If the risk-free rate is 4% and the expected return on the market is 9%, the risk premium for a security with a beta of 0.5 is. ചെയ്ത് നോക്ക്, ആൻസർ ചെയ്ത് നോക്ക് കേട്ടോ. ആൻസർ കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? കിട്ടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കും. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യും. എല്ലാവർക്കും കിട്ടി. ആൻസർ പറയട്ടെ ഞാന്? എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ? അയക്കോ? എല്ലാവർക്കും കിട്ടിയോ? ഇതിന്റെ ഈ കൺസെപ്റ്റ് പറയേണ്ടതുണ്ടോ? അതായത് റിസ്ക് ഫ്രീ റേറ്റ് എന്താണ്, അല്ലെങ്കിൽ റിസ്ക് പ്രീമിയം എന്താണ്? കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണോ, അതോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണോ?
കൺസെപ്റ്റ് വേണം. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഓക്കെ, ഈ ആൻസർ എല്ലാവർക്കും കിട്ടിയോ? ഇതിന്റെ ആൻസർ ബി ആണ് കേട്ടോ. ബി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആൻസർ കേട്ടോ. ഇതാണ് ആൻസർ വരണത്. അതായത് ഇതിന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഫോർമുല അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന എന്താ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, CAPM. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം CAPM-ൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. എല്ലാവർക്കും ആ ഫോർമുല അറിയില്ലേ? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ബീറ്റയുടെ സൈൻ ഇപ്പോൾ ഇവിടെ ബീറ്റയുടെ സൈൻ ഇല്ല, ഞാൻ തൽക്കാലം ബീറ്റാന്ന് എഴുതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് R എന്ന് വെച്ചാൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. റിക്വയർഡ് റേറ്റ് ഓഫ്, ഹലോ, കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ സൗണ്ട്? ഓക്കെ, ഓക്കെ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർ, ഓക്കെ, നമ്മളൊരു സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും, അല്ലേ? അപ്പം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് മിനിമം ഒരു മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ ഉണ്ടാവും. ഒരു ഇത്രയെങ്കിലും കിട്ടണം എന്ന് നമ്മളിപ്പോ എന്തിന് നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്താലും ഒരു മിനിമം ഒരു ഇത്ര എമൗണ്ട് എങ്കിലും നമുക്ക് കിട്ടണം. അത് നോക്കിയിട്ടായിരിക്കും അല്ലേ നമ്മൾ എവിടെയാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നത്. അപ്പോൾ അതിനെയാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ എസ്റ്റിമേറ്റ് ബൈ ദ ഇൻഡിവിജ്വൽ ഓർ ഇൻവെസ്റ്റർ. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടേണ്ട മിനിമം അക്സെപ്റ്റബിൾ റിട്ടേൺ, അതിനാണ് റേറ്റ് ഓഫ് റിട്ടേൺ പറയുന്നത്. ഓക്കെ, ഇതില് RF എന്ന് പറഞ്ഞ ടൈം, RF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ഫ്രീ റേറ്റ്. അതായത് നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഗവൺമെന്റിൽ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായാലും അവർ ഇൻട്രസ്റ്റ് തരും. ഗവൺമെന്റ് നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യും. സോ നമുക്ക് അവിടെ ഒരു റിസ്കും ഇല്ല. അപ്പോൾ റിസ്ക് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് റിസ്ക് ഫ്രീ റേറ്റ്. ഓക്കെ, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇവിടെ US ട്രഷറി ബില്ലാണ്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതിനൊരു റിട്ടേൺ കിട്ടും. ഒരു മിനിമം റിട്ടേൺ അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കും. അത് അവർക്ക് പ്രോഫിറ്റ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ആ റിട്ടേൺ കിട്ടിയിരിക്കും. റിസ്ക് ഫ്രീ റേറ്റ് ക്ലിയർ ആയോ? R എന്താന്നും, അതായത് റിക്വയർഡ് റിട്ടേൺ എന്താന്നും റിസ്ക് ഫ്രീ റേറ്റ് എന്താന്നും ക്ലിയർ ആയോ? ഓക്കെ, RM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ദ മാർക്കറ്റ് എന്ന് വെച്ചാല് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സെക്യൂരിറ്റീസ്, ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ടാവും കേട്ടോ. സെയിം കാറ്റഗറിയിലുള്ള ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ടാവും. ആ സെക്യൂരിറ്റീസിനൊക്കെ മാർക്കറ്റിൽ എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട്, അതിനെയാണ് റിട്ടേൺ ഓൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിലുള്ള നമ്മുടെ കയ്യിലുള്ള സെയിം സെക്യൂരിറ്റീസിന് മാർക്കറ്റിൽ റിട്ടേൺ ഓൺ മാർക്കറ്റ് അല്ലെങ്കിൽ RM എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ,
ഇനി ഞാൻ ഇത്രയും പോർഷൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് ഇതിനെ എന്താ പറയുന്നേ? RM മൈനസ് RFനെ എന്താ പറയുന്നേ? ബീറ്റ എന്താന്ന് എല്ലാവർക്കും അറിയില്ലേ? ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ബീറ്റ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബീറ്റ? റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ് പറയുന്നത് ബീറ്റ എന്ന്. അപ്പോ ഈ ബീറ്റ പറയുന്ന റിസ്കും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഓരോ കമ്പനിക്കും ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്കും ഈ ബീറ്റ ഡിഫറെന്റ് ആയിരിക്കും. കാരണം സെയിം സിറ്റുവേഷൻ പല കമ്പനികളെ അഫക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും അല്ലെ? എല്ലാ ഒരു ഇപ്പം എന്താ പറയാ, കൊറോണ എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു രോഗം ഇവിടെ വന്നു, അത് എല്ലാരെയും ഒരേപോലെയാണ് അഫക്ട് ചെയ്യുന്നത്? അല്ല, ഓരോരുത്തരെയും ഓരോരോ തരത്തിലാണ് അഫക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക്. അതായത് റിസ്ക് എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് റിസ്ക് സെയിം ആണ്, ഓക്കെ, ആ പ്രോബ്ലം സെയിം ആണ്, പക്ഷെ അതിനെ അഫക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. ഓരോ കമ്പനിക്കും ഡിഫറെന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്കും ഡിഫറെന്റ് ആയിട്ടാണ് ഈ റിസ്ക് അഫക്ട് ചെയ്യുന്നത്. അപ്പം ആ റിസ്കിനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ ഇത്രയും പോർഷൻ നോക്കുക. അതായത് RM മൈനസ് RF. RM മൈനസ് RF എന്ന് വെച്ചാൽ എന്താ? അത് നമുക്ക് എന്താ അതിൽ നിന്ന് കിട്ടുന്നത്? RM മൈനസ് RF എന്ന് വെച്ചാൽ എന്താ? ഈ ഇക്വേഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടണേ? RM മൈനസ് RF എന്ന ഇക്വേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ എന്താ കിട്ടുന്നേ? എക്സാക്ട്ലി, മാർക്കറ്റ് റിസ്ക് പ്രീമിയം. മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് വെച്ചാൽ, പ്രീമിയം എന്ന് വെച്ചാൽ എന്താ? അഡീഷണൽ അല്ലെ? അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എപ്പോഴും പ്രീമിയം എന്ന് പറയുന്നത്. RM മൈനസ് RF കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ ഒരു റിട്ടേൺ കിട്ടുന്നുണ്ട്. മാർക്കറ്റിലെ റിട്ടേൺ നമുക്കറിയാം, അതുപോലെ തന്നെ റിസ്ക് ഫ്രീ റേറ്റ് നമുക്കറിയാം. അപ്പം ഈ മാർക്കറ്റിൽ മാത്രം അഡീഷണൽ ആയിട്ട് എത്ര കിട്ടുന്നുണ്ട്, അതിനെയാണ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. 10% മാർക്കറ്റിൽ ഒരു സെക്യൂരിറ്റിക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരാള് US ട്രഷറി ബില്ലിൽ ഇടുവാണെങ്കിൽ അയാൾക്ക് എന്തായാലും 6% കിട്ടും. മറിച്ച് അയാള് ഇടുവാണെങ്കിൽ, അതായത് ഇടുവാണെങ്കിൽ അഡീഷണൽ ആയിട്ട് എത്രയും കൂടെ കിട്ടുന്നുണ്ട്? 4% ഇൻട്രസ്റ്റും കൂടെ കിട്ടുന്നുണ്ട് അല്ലെ? അതായത് റിസ്ക് ഇല്ലാത്തോട് ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 6 കിട്ടും, റിസ്ക് ഉള്ളതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 4% എക്സ്ട്രാ കിട്ടും, 10 കിട്ടും. എക്സ്ട്രാ 4% കൂടെ കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് എത്രയാണെന്ന് അത് നമ്മൾ ഇവിടെ ആഡ് ബാക്ക് ചെയ്യും കേട്ടോ, RF. അതുകൊണ്ട് എന്താ പറയാ, മൈനസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് RM എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതിനെയാണ്. ഓക്കെ, ആയോ? കൺഫ്യൂഷൻ ആയോ? ക്ലിയർ ആയോ? മാർക്കറ്റ് ക്ലിയർ ആയോ? മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതിനെയാണ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. ഇനി ബീറ്റ ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ചിലപ്പോൾ മിക്കപ്പോഴും ആൾക്കാർ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിസ്ക് പ്രീമിയം ഫോർ എ സെക്യൂരിറ്റി ആണ് അല്ലെ? സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആറ് കണ്ടുപിടിക്കാനായിരിക്കും ചെയ്യാറ്, അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഈ റിസ്ക് പ്രീമിയം ഫോർ എ സെക്യൂരിറ്റിയുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ്. ഇത് ഒരേപോലെയുള്ള സെക്യൂരിറ്റീസിനെല്ലാം സെയിം ആയിരിക്കും. അതായത് ഒരേ കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി ഒക്കെ ഈ മാർക്കറ്റ് റിസ്ക് പ്രീമിയം നേരത്തെ പറഞ്ഞു, പല രീതിയിലായിരിക്കും ഓരോ കമ്പനിയെ അഫക്ട് ചെയ്യുന്നത്.
സെയിം മാർക്കറ്റ് റിസ്ക് പ്രീമിയം കിട്ടിയാലും അതായത് റിസ്ക് അവർ ബോൺ ചെയ്യുന്ന റിസ്കിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ആ റിസ്കും കൂടെ കൺസിഡർ ചെയ്ത് അവർക്ക് എത്ര കിട്ടുന്നുണ്ട് അതാണ് നമ്മൾ റിസ്ക് പ്രീമിയം ഫോർ എ സെക്യൂരിറ്റി വഴി കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർക്കണേ. ഇനി നമുക്ക് ഈ പോർഷൻ ഇനി എടുക്കില്ല, അതുകൊണ്ടാണ്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? RM എന്താണ്, RF എന്താണ്, ഇതാണ് എന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആയി അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. When purchasing temporary investments, which one of the following describes risk associated with the ability to sell the investment in a short period of time without significant price concessions? Interest rate risk, purchasing power risk, financial risk, liquidity risk. എളുപ്പമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എല്ലാവർക്കും ആൻസർ കിട്ടിയ ആൻസർ ഇതിൽ നമ്മൾ പറയാവുന്ന ഒരു റിസ്ക് ഉണ്ട്, ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിലൊക്കെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ബോൺ ചെയ്യേണ്ടി വരുന്ന റിസ്കുകൾ, അതായത് ഫിനാൻസിന് ഷോർട്ടേജ് ഓഫ് ഫിനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ബോൺ ചെയ്യുന്ന റിസ്കിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ പേര് തന്നെ ഉണ്ട് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അവർക്ക് ഫണ്ടിൽ വരുന്ന ഷോർട്ടേജ് അങ്ങനെ വരുന്ന റിസ്കുകളെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആവും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഓക്കെ, political risk may be reduced by entering into a joint venture with another foreign company, making foreign operations depends on domestic parents for technology market supplies. C, refusing to pay higher wages and higher taxes. D, with capital from a foreign country. വായിച്ചോ? ക്ലിയർ ആയോ? ആൻസേഴ്സ് പറഞ്ഞു. മനസ്സിലായില്ലേ ആർക്കും? ഓക്കെ, ഇനി തരാനുണ്ടല്ലോ. കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂസിങ് പ്രശ്നം. ആര്യ എസ് നായർ മാത്രം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാതെ പറഞ്ഞിട്ടുണ്ട്, ബാക്കി എല്ലാവരും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോ ജസ്റ്റ് ആൻസർ പറഞ്ഞു തരട്ടെ ഞാൻ. ഇതിന്റെ ആൻസർ ബി. ഇതിന്റെ ആൻസർ എല്ലാവർക്കും ബി തന്നെയാണ് ഡൗട്ട് വന്നതും. പൊളിറ്റിക്കൽ റിസ്ക് എന്ന് വെച്ചാൽ എന്താ? പൊളിറ്റിക്കൽ റിസ്ക് എന്ന് വെച്ചാൽ ഓക്കെ, പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ ഉണ്ടാകുന്ന റിസ്ക് ആണ്.
അത് ചിലപ്പം പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് വഴിയാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസീസ് വഴിയാകാം. അങ്ങനെ ഒരു കൺട്രിയിൽ, ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ ഉണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് എക്സ്പ്രോപ്രിയേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗവൺമെന്റ് എക്സ്പ്രോപ്രിയേഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഓക്കെ, ഗവൺമെന്റ് എക്സ്പ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ചില സമയത്ത് അല്ലെങ്കിൽ ചില കൺട്രികളിൽ അവിടുത്തെ ഗവൺമെന്റ് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾ അവരുടെ കമ്പനികളുടെ അനുവാദം കൂടാതെ തന്നെ അവരത് ഏറ്റെടുക്കും. അതായത് അവരത് പബ്ലിക് കമ്പനീസ് ആക്കി മാറ്റും. പ്രൈവറ്റ് കമ്പനിയുടെ അവരുടെ അധികാരമില്ലാതെ അല്ലെങ്കിൽ അവരോട് ചോദിക്കാതെ കമ്പനി പിടിച്ചെടുക്കുക എന്ന് വേണം നമുക്ക് പറയാം. അതായത് പ്രൈവറ്റ് കമ്പനീസിനെ ഗവൺമെന്റ് പിടിച്ചെടുക്കും. അതിനെയാണ് എക്സ്പ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഇത് പൊളിറ്റിക്കൽ റിസ്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. എക്സ്പ്രോപ്രിയേഷൻ, ഗവൺമെന്റ് എക്സ്പ്രോപ്രിയേഷൻ ഏത് റിസ്കിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പം ഗവൺമെന്റ് എക്സ്പ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചില കൺട്രികളിൽ ഗവൺമെന്റ് പ്രൈവറ്റ് കമ്പനികളെ അവരുടെ അനുവാദം കൂടാതെ ഏറ്റെടുക്കും അല്ലെങ്കിൽ പിടിച്ചടക്കും. അതിനെയാണ് ഗവൺമെന്റ് എക്സ്പ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ റിസ്കിന് അണ്ടർ വരുന്നത് ബ്ലോക്കേജ് ഓഫ് ഫണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് ഫണ്ട് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചൈനയിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചൈനയായിട്ടുള്ള വ്യാപാരങ്ങൾ കുറച്ചു, അല്ലെങ്കിൽ അവിടെ അവരുടേതായിരുന്ന ആപ്പുകളൊക്കെ ഇവിടെ നിരോധിച്ചു, അങ്ങനെയൊക്കെ ചെയ്യില്ലേ? ഇതൊക്കെ പൊളിറ്റിക്കൽ റിസ്ക് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ശരിക്കും പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പൊളിറ്റിക്കൽ റിസ്ക് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കൂടുതലാണോ? ഓക്കെ ഓക്കെ, അപ്പോ പൊളിറ്റിക്കൽ റിസ്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ റിസ്ക് എങ്ങനെ കുറയ്ക്കാം എന്നാണ്. മേ ബി റെഡ്യൂസ്ഡ് ബൈ, എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നത്. ഒന്നാമത് എന്ററിംഗ് ഇൻടു എ ജോയിന്റ് വെഞ്ചർ വിത്ത് അനദർ ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി ആയിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്കൽ റിസ്ക് കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോറിൻ കമ്പനി ആയിട്ടാണെങ്കിലും ഇപ്പം നമ്മുടെ കൺട്രി എന്ന് പറയുകയാണ് അവരുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് പാടില്ല, അവരുമായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് പൊളിറ്റിക്കൽ റിസ്ക് അഫക്ട് ചെയ്യും, ഒരു കമ്പനിയെ അഫക്ട് ചെയ്യും. അതായത് മറ്റൊരു വിദേശ രാജ്യങ്ങളിലെ കമ്പനികളുമായിട്ട് ജോയിന്റ് വെഞ്ചറിലൊക്കെ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്പനിയെ അഫക്ട് ചെയ്യും. അതൊരു പൊളിറ്റിക്കൽ റിസ്ക് ആണ്. അതുകൊണ്ട് നമുക്ക് പൊളിറ്റിക്കൽ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് മേക്കിംഗ് ഫോറിൻ ഓപ്പറേഷൻസ് ഡിപ്പെൻഡ് ഓൺ ഡൊമസ്റ്റിക് പേരന്റ് ഫോർ ടെക്നോളജി, മാർക്കറ്റ്സ് ആൻഡ് സപ്ലൈസ്. ഇതെന്ന് പറയുന്നതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം ഔട്ട്സോഴ്സിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ കമ്പനി, അതായത് നമ്മൾ ഇന്ത്യയിലായിരിക്കും പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബ്രാഞ്ച് US ഉണ്ടാവും, പക്ഷെ അതിന്റെ കാര്യങ്ങൾ, ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൺട്രി ഇരുന്ന് തന്നെയായിരിക്കും. അതായത് അവരുമായിട്ടൊരു ട്രാൻസാക്ഷന്റെ ആവശ്യം വരില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ നിയന്ത്രിക്കും, ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അതായത് നമ്മുടെ കൺട്രിയിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ റിസ്ക് നമ്മളെ അഫക്ട് ചെയ്യില്ല, ഒരു പരിധി വരെ കുറയ്ക്കാം. ഓക്കെ, അടുത്തത് റെഫ്യൂസിങ് ടു പേ ഹയർ വേജസ് ആൻഡ് ഹയർ ടാക്സ്. നമ്മൾ ടാക്സ് പേ ചെയ്യാതിരുന്നു എന്ന് വിചാരിച്ച് നമ്മുടെ പൊളിറ്റിക്കൽ റിസ്ക് ഒരിക്കലുമില്ല. പൊളിറ്റിക്കൽ റിസ്ക് കൂടുകയാണ് ചെയ്യുക. നമ്മൾ കറക്റ്റ് ഇപ്പം മറ്റൊരു കൺട്രി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ടാക്സ് ഒന്നും നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് ഫിനാൻസിങ് വിത്ത് ക്യാപിറ്റൽ ഫ്രം എ ഫോറിൻ കൺട്രി. സെയിം സിറ്റുവേഷൻ തന്നെ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ 2-3 തരത്തിൽ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാണ്, പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫോറിൻ കൺട്രിയിലെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ റിസ്ക് കുറയ്ക്കാൻ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ?
സ്വാഭാവികമായി അവിടുന്ന് ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും, ഇവിടുന്ന് അങ്ങോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. റിസ്ക് കുറയാനാണോ കാരണമാക്കുന്നത്? അല്ല, പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസും നമുക്ക് പറ്റാം. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾ പറയണം കേട്ടോ, ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നോക്കല്ലേ? ഓക്കെ, നോക്കാൻ തുടങ്ങി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ദ റിസ്ക് ഓഫ് ലോസ് ബിക്കോസ് ഓഫ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ റിലേറ്റീവ് വാല്യൂ ഓഫ് ഫോറിൻ കറൻസീസ്. കറൻസിയുടെ വാല്യൂലുള്ള ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന റിസ്കിനെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ടൈം ഇവിടെ ഉണ്ട്, എക്സ്പ്രോപ്രിയേഷൻ റിസ്ക്. പിന്നെ ബി പറഞ്ഞ എക്സ്പ്രോപ്രിയേഷൻ റിസ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി മൾട്ടിനാഷണൽ ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് MNC കമ്പനികളുടെ റിസ്കിനെയാണ് നമ്മൾ, മൾട്ടിനാഷണൽ കമ്പനീസിന്റെ റിസ്കിനെയാണ് നമ്മൾ മൾട്ടിനാഷണൽ ബീറ്റ എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ. എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, അതായത് നമ്മുടെ കറൻസിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ കാരണം നമുക്കുണ്ടാകുന്ന ലോസ്, അതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അൺഡൈവേഴ്സിഫയബിൾ റിസ്ക് എന്ന് വെച്ചാൽ എന്താ? അൺഡൈവേഴ്സിഫയബിൾ റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം സിസ്റ്റമാറ്റിക് റിസ്കിനെ തന്നെയാണ് അൺഡൈവേഴ്സിഫയബിൾ റിസ്ക് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. ഓക്കെ, കാതറൻ ആൻഡ് കമ്പനി ഹാസ്, നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? ഹാസ് എക്സ്ട്രാ ക്യാഷ് at the end of the year and is analyzing the best way to invest the funds. The company should invest in the project only. A, expected return on the project exceeds investments or comparables. B, investments the project. C, expected return on the project is equal to the return on investment risk. D, return investments of comparable risk equals the expected return on the project. തരാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ. സൽഹ എന്താ? സൽഹ എന്താ ആൻസർ പറഞ്ഞേ. റിപ്ലൈ തരാത്തവരോട് ഞാൻ ചോദിക്കാട്ടാ. ഇതുമായി ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ. നവീൻ വർഗീസ്. നവീൻ വർഗീസ് ഇല്ലേ? ക്ലാസ്സിലെ? ക്വസ്റ്റിന്റെ ആൻസർ എന്താ? ഓക്കെ. സച്ചിൻ മാത്യു.
ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറയാം. ഇതിന്റെ ആൻസർ എ ആണ് കേട്ടോ ആൻസർ. ഇത് സിമ്പിൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മൾ ഒരു പ്രൊജക്റ്റിൽ എങ്ങനെയാ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനേക്കാൾ കൂടുതൽ അതിന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ ദ പ്രൊജക്ട് എക്സീഡ്സ് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് കമ്പയറബിൾ റിസ്ക്. അതായത് നമ്മുടെ അതേപോലെ തന്നെ റിസ്ക് ഉള്ള ഒരു കമ്പനി അവർക്ക് ഈ സെക്യൂരിറ്റീസ് കിട്ടുന്ന റിട്ടേൺ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഓക്കെ, അവർക്ക് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പം ഒരു 10% ആണ് അവർക്ക് റിട്ടേൺ കിട്ടുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 8% ആണ്. അപ്പൊ നമ്മളത് നമ്മുടെ റിസ്ക് ഉള്ള പോലെ തന്നെയുള്ള കമ്പനീസുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഈ പ്രൊജക്റ്റിന് അവിടെ 10%ഓളം റിട്ടേൺ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ റിട്ടേൺ അവിടെ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ എക്സ്പെക്ടേഷനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്നതായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നത് അവിടെയായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് കമ്പയറബിൾ റിസ്ക്. So okay, second one, പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടല്ലേ. അല്ല, ശരിയാണ്. അപ്പൊ നമ്മുടെ പ്രൊജക്റ്റില് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് അതിന്റെ റിട്ടേൺ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ ഞാൻ. ഓക്കെ, ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്തായാലും ഇത് വിശദീകരിച്ച് ഉണ്ടാവില്ല. ഓക്കെ, നവീൻ എന്താ ആൻസർ പറയാത്തെ? നവീൻ വർഗീസ്. ഓക്കെ, ഹരിജിത്ത് മാത്യു. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞതാണ് റിസ്ക് ഫ്രീ റേറ്റ് കിട്ടുന്നത്. അതായത് ഏറ്റവും കൂടുതൽ റിസ്ക് കുറവുള്ളത് US ട്രഷറി സെക്യൂരിറ്റീസിലായിരിക്കും. ഫ്രം ദി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണേ. ഫ്രം ദി വ്യൂ പോയിന്റ് ഓഫ് ദി ഇൻവെസ്റ്റർ,
Which of the following securities provides the least risk? Bond, subordinate debenture, income bond, debentures. ഇതിന്റെ അറിയാവോ? അതായത് മോർഗേജ് ബോർഡ് എന്താണ്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഡിബെഞ്ചർ എന്താണ്, ഇൻകം ബോണ്ട് എന്താണ്, ഡിബെഞ്ചേഴ്സ് എന്താണ്, എല്ലാവർക്കും അറിയാമോ? ഓക്കെ, ഇതിൽ അറിയത്തില്ലാത്ത ഒരാള് ബി പറയാൻ പറഞ്ഞിട്ടുണ്ട്, സബോർഡിനേറ്റ് ഡിബെഞ്ചർ എന്താണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും അറിയത്തില്ലാത്തതുണ്ടോ? അതായത് മോർഗേജ് ബോണ്ട് എന്താണോ അത് ജസ്റ്റ് ഏതാന്ന് പറഞ്ഞാൽ മതി. എയോ ബി സി ഡി ഇതിൽ ഏതെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അത് ഏതാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതോ ഞാൻ ജസ്റ്റ് എല്ലാം എന്താന്ന് ജസ്റ്റ് ഒന്ന് പറയണോ? എല്ലാവർക്കും ബി ആണ്. ഓക്കെ, എന്നാൽ ഞാൻ ജസ്റ്റ് എല്ലാം എന്താന്ന് പറയാം. മോർഗേജ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, ഒരു സ്പെസിഫിക് ഒരു അസറ്റ് ഉണ്ടാവും അവിടെ സെക്യൂരിറ്റി ആയിട്ട്. അതായത് നമ്മൾ ഒരു ഗോൾഡ് ലോൺ എടുക്കുന്ന പോലെ, ഗോൾഡ് ലോൺ എടുക്കുമെങ്കിൽ നമ്മുടെ ഗോൾഡ് വെച്ചിട്ടാണല്ലോ ലോൺ എടുക്കുന്നത്. പൈസ ഇല്ലെങ്കിലും അവർക്ക് ആ ഗോൾഡ് എടുക്കാം. അതുപോലെ അതായത് നമ്മളൊരു സെക്യൂരിറ്റി എടുത്തിട്ടുണ്ടാവും ഓൾറെഡി. കേസ് നമ്മൾ പേയ്മെന്റ് നടത്തിയില്ലെങ്കിൽ, നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റോ പേയ്മെന്റോ നമ്മൾ നടത്തിയില്ലെങ്കിൽ ആ ഫിക്സ്ഡ് അസറ്റ് അല്ലെങ്കിൽ അസറ്റ് അവർക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ മോർഗേജ് ബോണ്ട്? നെക്സ്റ്റ്, സബോർഡിനേറ്റ് ഡിബെഞ്ചർ. സബോർഡിനേറ്റ് ഡിബെഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു കമ്പനി ഇൻസോൾവെന്റ് ആയി എന്ന് വിചാരിക്കുക. ഞാൻ എക്സാമ്പിൾസ് വെച്ച് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതാണോ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിരിയുന്നത്? ടേം എന്താന്ന് പറയുന്നതിനേക്കാളും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോരെ? ഓക്കെ ഓക്കെ, സബോർഡിനേറ്റ് ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാല്, നമ്മൾ സാധാരണ ഒരു കമ്പനി ഇൻസോൾവെന്റ് ആയി എന്ന് വിചാരിക്കുക. അതായത് ബാങ്ക്രപ്സി ആണ്, ഇൻസോൾവെന്റ് ആയി, അവർക്കൊന്നും അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ആദ്യം നമ്മുടെ അസറ്റ് ലിക്വിഡേറ്റ് ചെയ്യും, അല്ലെ? നമ്മുടെ അസറ്റ് ലിക്വിഡേറ്റ് ചെയ്തിട്ട് നമ്മൾ പേ ചെയ്യും, പേയ്മെന്റുകളെല്ലാം ചെയ്യലാണ്. ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ടാമതേ സെക്കൻഡ് ചാൻസേ കിട്ടുള്ളൂ. അതായത് അവർക്ക് അസറ്റ് ലിക്വിഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സുപ്പീരിയർ ഡിബെഞ്ചേഴ്സ് ഉണ്ടാവും, അതായത് ഇവരെക്കാളും ഉയർന്ന ഡിബെഞ്ചേഴ്സ് ഉണ്ടാവും. അവരുടെ എല്ലാം പേയ്മെന്റ് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ സബോർഡിനേറ്റ് ഡിബെഞ്ചറിന് കിട്ടുള്ളൂ. അതായത് ബാങ്ക്രപ്സി വന്നിട്ടുണ്ടെങ്കിൽ അസറ്റ് ഇവർക്ക് ഫസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സുപ്പീരിയർ ഡിബെഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരെ എല്ലാം സെറ്റിൽമെന്റ് ചെയ്ത് അവരെ എല്ലാം പേ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സബോർഡിനേറ്റ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ പേ ചെയ്യൂ. അതായത് സെക്കൻഡ് പ്രയോറിറ്റിയെ കിട്ടുള്ളൂ. ഡെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അസറ്റ് ഫസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് ക്ലെയിം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ആയിട്ടുള്ള ഡെപ്റ്റുകളെല്ലാം പേ ഓഫ് ചെയ്തതിന് ശേഷമാണ് ക്ലെയിം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ റിസ്ക് ജസ്റ്റ് പറഞ്ഞാൽ മതി, പറഞ്ഞു തരാൻ പ്രശ്നമില്ല. ക്ലിയർ ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അടുത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയും തോന്നും. നെക്സ്റ്റ്, ഇൻകം ബോണ്ട്. ഇൻകം ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? ഇൻകം ബോണ്ട് എന്ന് വെച്ചിട്ടുണ്ട് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓക്കെ അയാൾക്ക് ഇൻകം കിട്ടിയാൽ മാത്രമേ അയാൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുള്ളൂ. ഇൻകം ബോണ്ട് റിസ്ക് കൂടുതലാണ്, കാരണം അയാൾക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ അടയ്ക്കുള്ളൂ, ഇല്ലെങ്കിൽ അയാൾ അടയ്ക്കില്ല. ഇൻകം ബോണ്ടിന് ഇൻട്രസ്റ്റ് റിസ്കും കൂടുതലാണ്, അതുപോലെ തന്നെ റിട്ടേണും കൂടുതലാണ്. ഇനി ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ? ഡിബെഞ്ചേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺസെക്യൂർഡ് ആണ്, അല്ലെ? ഡിബെഞ്ചേഴ്സിന് നമ്മൾ പ്രത്യേകിച്ച് സെക്യൂരിറ്റീസ് ഒന്നും കൊടുക്കുന്നില്ല, അൺസെക്യൂർഡ് ആണ് ഡിബെഞ്ചർ.
ഡിബഞ്ചറിന്റെ മോർഗേജ് ബോണ്ടിനേക്കാളും റിസ്ക് കൂടുതലാണ്, ബാക്കിയുള്ളതിനേക്കാളും റിസ്ക് കൂടുതലാണ്. പക്ഷെ മോർഗേജ് ബോണ്ടിനേക്കാളും റിസ്ക് കൂടുതലാണ്, കാരണം അവർക്ക് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നുമില്ല. സ്വാഭാവികമായും അതിനേക്കാളും റിസ്ക് കൂടുതലായതുകൊണ്ട് അതിനേക്കാളും റിട്ടേണും ഉണ്ടാവും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇത് ക്ലിയർ ആയാലോ അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ ബി, സോറി, എ ആണ് ആൻസർ വരുന്നത്. ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തത് നിങ്ങൾക്കൊരു അസൈൻമെന്റ് പോലെയാണ്, നിങ്ങൾ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ റെഡ് കളർ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അയച്ചു തരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അയച്ചവരുടെയൊക്കെ ആൻസർ ശരിയാണ്. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. എല്ലാവർക്കും കിട്ടിയോ? എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്, അത് റിട്ടേൺ കിട്ടാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പോസിബിലിറ്റി തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു പ്രോബബിലിറ്റി, അങ്ങനെ എല്ലാം ചെയ്യുക, എടുക്കുക. അതാണ് അതായത് 5% ഇൻറ്റു 30%, 20 ഇൻറ്റു 20%. ഓക്കെ, നെഗറ്റീവ് റിട്ടേൺ ആണേ. അപ്പം -1.5 വരും ആദ്യത്തത്, അടുത്തത് 5 വരും മൂന്നാമത്തത്. അതായത് -1.5 വരും. ഇവിടെ വരും, ഇവിടെ 4 വരും. ടോട്ടല് എത്രയാ വരുന്നത്? ടോട്ടല് 7.5 വരും. ഇത് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ, എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
പോട്ടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A feasible portfolio that offers the highest expected return for a given risk or the least risk for a given expected return is optimal portfolio, efficient portfolio, effective portfolio. ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്താണെന്നറിയോ? ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്താ? ഓക്കെ, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോയുടെ ഒരു ഗ്രൂപ്പിനെയാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഗ്രൂപ്പ് ഓഫ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോനെയാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഒരു മിനിമം റിസ്കിൽ ഹൈ റിട്ടേൺ തരുന്നതായിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ റിസ്ക് ലോ ആയിരിക്കും, പക്ഷെ നമ്മൾ എക്സ്പെക്ട് നോർമൽ റിട്ടേൺ അത് തന്നിരിക്കണം. ഇതാണ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ. ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോന്റെ എഫിഷ്യന്റ് ആയ പോർട്ട്ഫോളിയോയുടെ ഒരു സെറ്റിനെയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതായിരിക്കും ബെസ്റ്റ് പോർട്ട്ഫോളിയോ. ഓക്കെ, എഫിഷ്യന്റ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നതായിരിക്കും ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയാ നല്ലപോലെ അവർക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി ക്ലിയർ ആയോ? ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, സെറ്റ് ഓഫ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് ആണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. രണ്ടാമത്തത് ഡിസൈറബിൾ പോർട്ട്ഫോളിയോ. ഡിസൈറബിൾ പോർട്ട്ഫോളിയോ അറിയോ എന്താണ്? അത് ഒരു തെറ്റായ ടേമാണ്. അതിനൊരു ഡിസൈറബിൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ എഫക്റ്റീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു ടേമും ഇല്ല. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇത് റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തതാണ്. ഇതിലൊന്നും കാണാനില്ല. എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. A market analyst has estimated the equity beta of Modern Homes Incorporation to be 1.4. This beta implies that the company's A, systematic risk is lower than that of the market portfolio. B, systematic risk is higher than that of the market portfolio. C, unsystematic risk is higher than that of the market portfolio. D, risk is higher than that of the market portfolio. Okay, ആൻസർ കിട്ടിയോ എല്ലാവർക്കും?
ക്ലിയർ ആയോ? അതായത് ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1, ഈക്വൽ ടു 1, അതിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് കൺസെപ്റ്റ് അല്ല, ആ ഒരു ഇത് നിങ്ങൾക്ക് അറിയാവോ? അതായത് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആയാൽ എന്താണ്, ബീറ്റ ലെസ് ദാൻ 1 ആയാൽ എന്താണ്, ബീറ്റ ഈക്വൽ ടു 1 ആയെങ്കിൽ, ബീറ്റ നെഗറ്റീവ് ആണെങ്കിൽ എന്താ അതിന്റെ ഇമ്പാക്ട് നിങ്ങൾക്ക് അറിയോ? അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒന്നും കൂടെ പറയണോ? കാര്യങ്ങൾ ഒന്നും കൂടെ പറയണോ? ഓക്കെ ഓക്കെ. അതായത് ആദ്യം നമുക്ക് ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താന്ന് പറയാം. ഓക്കെ, ബീറ്റ ഈക്വൽ ടു ആണെങ്കിൽ നമ്മുടെ കമ്പനി ഡയറക്ഷനിലാണ്. ഓക്കെ, മാർക്കറ്റിലുള്ള സിസ്റ്റം ഡയറക്ഷനിലാണ് പോകുന്നത്. അതിനെയാണ് ബീറ്റ മാർക്കറ്റിന്റെ മൊത്തവും ഒരേ ഡയറക്ഷനിലാണ്. ഇനി ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണ്. നമ്മുടെ കമ്പനി വെച്ച് നോക്കിയാൽ മതി, നമ്മുടെ കമ്പനി വെച്ച് മാത്രം നോക്കുക. ഓക്കെ, അപ്പം ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് കൂടുതൽ വോളറ്റൈലാണ്. അതിനായിരിക്കും കൂടുതൽ ചേഞ്ച്, അതായത് ഒരു ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച് പോലും ഭയങ്കരമായി അഫക്ട് ചെയ്യുന്നതിനെയാണ് മോർ വോളറ്റൈൽ ചെയ്യുന്നത്. അതായത് ഒരു മൈന്യൂട്ട് ചേഞ്ച് അഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഓക്കെ ആണെങ്കിൽ അതിന് നമ്മുടെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി വോളറ്റൈൽ ആണ്. അതായത് നമ്മുടെ ചേഞ്ച് ചെയ്യും. ദാറ്റ് മീൻസ് ഒരു സംഭവം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതാണ് നമുക്ക് വിശ്വസിക്കില്ലേ, ചേഞ്ച് ചെയ്യാം, അതിന് റിസ്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അപ്പം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി കൂടുതൽ വോളറ്റൈൽ ആയിരിക്കും, കൂടുതൽ ചേഞ്ച് ആയിരിക്കും. അപ്പൊ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി റിട്ടേൺ കൂടുതലായിരിക്കും മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിലോ? ബീറ്റ ലെസ് ദാൻ 1 ആയിട്ട് നമ്മുടെ കമ്പനിയുടെ അതായത് കമ്പനി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ലെസ് വോളറ്റൈൽ ആയിരിക്കും, അതായത് അധികം ചേഞ്ച് ചെയ്യാത്തതായിരിക്കും. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക് കുറവായിരിക്കും. അതായത് മാർക്കറ്റിനേക്കാളും കുറവായിരിക്കും ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക്. ഓക്കെ, ഏതായിരിക്കും റിട്ടേൺ കൂടുതൽ? ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ റിസ്ക് മാർക്കറ്റ് സെക്യൂരിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റ് സെക്യൂരിറ്റിനേക്കാളും റിസ്ക് കുറവാണ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ. അപ്പം ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിട്ടേൺ എങ്ങനെയായിരിക്കും? ക്ലിയർ അല്ലേ? ഓക്കെ, അതായത് മാർക്കറ്റ് സെക്യൂരിറ്റി ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിട്ടേൺ കുറവായിരിക്കും, റിട്ടേണും കുറവായിരിക്കും. അങ്ങനെയാണല്ലോ. അപ്പം ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ കാര്യമാണ് കേട്ടോ. മാർക്കറ്റ് ഹോൾ മാർക്കറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിനെയാണ്. കമ്പനിയെ വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ബീറ്റ ഈക്വൽ ടു 0 ആണെങ്കിലോ? ബീറ്റ ഈക്വൽ 1 പറഞ്ഞു, ബീറ്റ ഗ്രേറ്റർ ദാൻ 1 പറഞ്ഞു, ബീറ്റ ലെസ് ദാൻ 1 പറഞ്ഞു. ബീറ്റ ഈക്വൽ ടു 0 ആണെങ്കിലോ?
ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? സിറ്റുവേഷനെയാണ് നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അതായത് ഒരു റിസ്ക്കും ഇല്ല. ഫ്രീ റേറ്റിനെയാണ് ബീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി ബീറ്റ നെഗറ്റീവ് ആണെങ്കിലോ? ബീറ്റ നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുമില്ല, അത് മാർക്കറ്റും ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ സെക്യൂരിറ്റിയും ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയും സെയിം ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. സെയിം റിസ്ക് ആയിരിക്കും, സെയിം കൈൻഡ് ഓഫ് റിട്ടേൺ ആയിരിക്കും. അതേസമയം ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെഗറ്റീവ് എന്ന് പറയുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ട്. ക്ലിയർ ആയോ? ഒന്നും കൂടെ ആണോ? അതായത് ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, മനസ്സിലായില്ലെങ്കിൽ തന്നെ പറഞ്ഞോളൂ. ഓക്കെ, ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയും മാർക്കറ്റും ഒരേ ഡയറക്ഷനിലാണ്. ഇത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഈക്വൽ ടു 1 ആണെങ്കിൽ ഒരേ സിറ്റുവേഷനിലായിരിക്കും, ഒരേപോലെ ആയിരിക്കും, ഒരേ ഡയറക്ഷൻ. ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി കൂടുതൽ കൂടുതൽ റിസ്ക് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്ക് ആയിരിക്കും. ഓക്കെ, കൂടുതൽ റിസ്കും കൂടുതൽ റിട്ടേണും ഒക്കെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്കാണ് മാർക്കറ്റ് സെക്യൂരിറ്റിയെക്കാളും. ഇനി ബീറ്റ ലെസ് ദാൻ 1, ബീറ്റ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ കുറവാണെന്നാണ് അതിന്റെ അർത്ഥം. ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക് കുറവായിരിക്കും, അതുപോലെ തന്നെ റിട്ടേണും കുറവായിരിക്കും മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഒരു 0 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ബീറ്റ നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് മാർക്കറ്റും ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഒരെണ്ണത്തിന് കൂടുതലായിരിക്കും, ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഒരെണ്ണത്തിനായിരിക്കും ലോ റിസ്ക് ആയിരിക്കും, ഹൈ റിട്ടേൺ ആയിരിക്കും, ലോ റിട്ടേൺ ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, വൊളാറ്റൈൽ എന്ന് വെച്ചാൽ ഒന്നും കൂടി വെച്ചാൽ ആ ചോദിച്ചു ചോദിക്കാവോ? എനിക്ക് മെസ്സേജ് എന്ന് അറിയില്ല, ജസ്റ്റ് മെസ്സേജ് ഒന്നുകൂടെ അയക്കുവോ? ഓക്കെ, വോളാറ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വോളാറ്റൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 വോളാറ്റൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായി എഫക്ട് ചെയ്യുന്ന അർത്ഥം. ചേഞ്ചിനോട് എന്താ പറയാ, ഭയങ്കരമായി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സാധനത്തിന് റിസ്ക് എന്തായാലും കൂടുതലായിരിക്കും, അല്ലെ? ഒരു ചെറിയ ചേഞ്ച് വരുമ്പം അതിനെ വല്ലാതെ റിയാക്ട് ചെയ്യുന്നതിന് എപ്പോഴും റിസ്ക് കൂടുതലായിരിക്കും, കാരണം പൊസിഷനിൽ നിന്ന് മാറാൻ. ക്ലിയർ ആയോ? ചോദിച്ചാൽ ക്ലിയർ ആയോ? ഓക്കെ,
ആണെങ്കിലും ഓക്കെ, സെയിം ക്വസ്റ്റൻ ആണ് ഇത്. നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കി, ഇപ്പൊ പറഞ്ഞ കൺസെപ്റ്റ് അനുസരിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഓക്കെ, നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സ്റ്റോക്കിന് ആദ്യം 1.5 ആണുള്ളത്, മാർക്കറ്റിൽ 1.1% ആണുള്ളത്. അതായത് സ്റ്റോക്കിനാണ് കൂടുതൽ റിട്ടേൺ. സ്റ്റോക്കിന് കൂടുതൽ റിട്ടേൺ ആണെങ്കിൽ സ്വാഭാവികമായും റിസ്ക്കും സ്റ്റോക്കിന് തന്നെയായിരിക്കും കൂടുതൽ. അടുത്തത് 2% ആണ്, മറ്റത് 1.4% ആണ്. ഓഗസ്റ്റിലും അതുപോലെ തന്നെ സ്റ്റോക്കിനാണ് കൂടുതൽ, റിസ്ക്കും കൂടുതൽ സ്റ്റോക്കിന് തന്നെയായിരിക്കും. സെപ്റ്റംബർ നോക്കിയേ, -2.5, മാർക്കറ്റ് 0.2, അവിടെയും കൂടുതൽ സ്റ്റോക്കിന് തന്നെയാണ്. സോ സ്റ്റോക്കിന്റെ റിസ്ക് ആയിരിക്കും കൂടുതൽ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ടെ. ഇത് നിങ്ങൾക്കുള്ള അഗെയിൻ നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിരിക്കുന്ന എക്സ്പെക്ട് റിട്ടേൺ ആണ്. നിങ്ങൾ ചെയ്യാൻ നോക്കുന്നു, അതോ അസൈൻമെന്റ് ചെയ്യാൻ നോക്കുന്നോ? എന്താ ചെയ്യുന്നത്? അസൈൻമെന്റ് ആയിട്ട് ചെയ്യുന്നു? ഇത് അസൈൻമെന്റ് ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 17 വായിച്ചേ. ഏതാ ആൻസറും? ദ ഡിഫറൻസ് ബിറ്റ്വീൻ. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പം കിട്ടും. കേൾക്കുന്നില്ലേ? കണക്ട് പോയോ? ഹലോ, കേൾക്കുന്നില്ലേ നിങ്ങള്? ഹലോ, ആ
ഇതിന്റെ ആൻസർ എന്താ? 17th ആൻസർ ആൻസർ എന്താ? കിട്ടിയില്ല? ഡൗട്ട് ഉണ്ടോ ഇതില്? ഡൗട്ട് വന്നോ ഇതില്? ഡൗട്ട് വരാനുണ്ടോ? ഇതില് ഡൗട്ട് ഉണ്ടോ? പറയട്ടെ. ഓക്കെ, യെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡൗട്ട് ഉണ്ടെന്നാണോ അതോ ആൻസർ പറയട്ടെ എന്നുള്ളതിന് യെസ് ആണോ? ഏതാ യെസ് പറഞ്ഞേ? രണ്ടും. ഓക്കെ ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു ഇക്വേഷൻ കോപ്പി പേസ്റ്റ് ചെയ്യാം. Okay. Difference between the risky investment and a riskless investment with the same expected utility is. അതായത് ഈ ആറും ഈ RF ഇവിടുന്ന് മൈനസ് ചെയ്ത് ഈ RF തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിക്വയർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 6, റിസ്ക്ലെസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ RF. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ RM മൈനസ് RF ഇൻറ്റു ബീറ്റ. ദാറ്റ് മീൻസ് റിസ്ക് പ്രീമിയം. ക്ലിയർ ആയോ? ഇപ്പോഴും നിങ്ങൾക്ക് RM എന്താണെന്നും ഈ ക്വസ്റ്റൻ ഇതുവരെ ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണോ ആ കൺസെപ്റ്റ്? അതായത് R എന്താണ്, RF എന്താണ്, RM എന്താണ്, ബീറ്റ എന്താണ്? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20 എങ്കിലും നമുക്ക് തീർക്കാം. 20 തീർത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്ക്. ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി മെഷേർഡ് ബൈ ദി ബി. ഓക്കെ, ഇതിന്റെ ആൻസർ ബി ആണ്. എല്ലാവർക്കും അറിയാം അല്ലെ? ഇതിന്റെ ആൻസർ ബി ആണ്. ഈ എ ഉപയോഗിച്ച് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? അതായത് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സെക്യൂരിറ്റീസ് റേറ്റ് ഓഫ് റിട്ടേൺ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാമോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സെക്യൂരിറ്റീസ് റേറ്റ് ഓഫ് റിട്ടേൺ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയില്ല. ഓക്കെ, അതായത് കോവേരിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോവേരിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത് ജസ്റ്റ് മനസ്സിൽ ഓർത്ത് വെക്കുക. പ്രോബ്ലം ആയിട്ട് വരികയല്ലായിരിക്കും, പക്ഷെ ചോദിക്കാം. ജസ്റ്റ് എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്
അൺസിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. കോവേരിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ 19 നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. ഓക്കെ, ഇത് രണ്ടും ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു. ഇത് എളുപ്പം തീരുന്ന ക്വസ്റ്റ്യൻ. ഞാനിത് അസൈൻമെന്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ മാത്രം ഒന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ട് ഏതാന്ന് പറയാം. നമ്മളിപ്പോ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ഇതിന്റെ ആൻസർ ഇഫ് ദ ഇൻഡസ്ട്രീസ് ഹാസ് എ ബീറ്റ വാല്യൂ ഓഫ് 1 then it എന്താ ബീറ്റ വാല്യൂ 1 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞതാണ് മാർക്കറ്റിന്റെ ഇൻഡസ്ട്രി റിട്ടേണും റിസ്കും ഒക്കെ ഈക്വൽ ആണ് അല്ലെങ്കിൽ സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനും കൂടെ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ഓക്കെ. ഡി അപ്പോ ഇന്നെടുത്തത് നമുക്ക് ഇവിടെ എടുത്ത കാര്യം എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ലെഫ്റ്റ് ഉണ്ട്. നമുക്ക് ആ ടൈം കൊണ്ട് അത് തീർക്കാം. ജസ്റ്റ് എന്താന്ന് മാത്രം ഒന്ന് ഓടിച്ചു പറഞ്ഞു വിടൂ ഒന്നും കൂടെ. എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി ഈ ഒരു പാർട്ടിയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യില്ലേ? പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഓക്കെ, ഇന്നാകെ നമ്മൾ പഠിച്ച രണ്ടോ മൂന്നോ കാര്യങ്ങളേ ഉള്ളൂ ശരിക്കും. ബീറ്റയുടെ കാര്യം പഠിച്ചു, പിന്നെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിന്റെ കാര്യം പഠിച്ചു, രണ്ട് വായിക്കും. ആൻസർ അറിയില്ലേ ആർക്കും?
ആൻസർ ആർക്കും അറിയില്ലേ? ആർക്കും അറിയില്ലേ ആൻസർ? ഈ ക്വസ്റ്റിന് ആൻസർ ആർക്കും അറിയില്ലേ? നിങ്ങൾക്ക് റിസ്കും റിട്ടേണും പോർഷൻ എടുത്ത് തീർന്നതല്ലേ? ഓൾറെഡി ക്ലാസ്സസ് പോയതല്ലേ? ചെയ്യോ? ഓക്കെ, ഇതിന്റെ ആൻസർ ആർക്കും അറിയില്ലേ? ഞാൻ പറയണോ ആൻസർ? ഇതിന്റെ ആൻസർ എല്ലാരും പറഞ്ഞത് ബി ആണ്, പക്ഷെ ബി തെറ്റാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നത് വഴി നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏത് റിസ്ക് ആണ് കുറയ്ക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ മാർക്കറ്റ് റിസ്ക് എന്ന് വെച്ചാൽ എന്താ? മാർക്കറ്റ് റിസ്ക് കുറയ്ക്കാൻ പറ്റുമോ? മാർക്കറ്റ് റിസ്ക് കുറയ്ക്കാൻ പറ്റില്ല. മാർക്കറ്റ് റിസ്കിന് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തി. ഒരാൾ പറഞ്ഞു, അതായത് ഐഡിയ, പേര് കറക്റ്റ് എനിക്കറിയില്ല. ഓക്കെ, ആൻസർ ഡി. ഇതിന്റെ ആൻസർ ഡി ആണ്. അതായത് കമ്പനി റിസ്ക് ആണ് ഇതിന്റെ ആൻസർ. ഞാൻ കാരണം പറഞ്ഞു തരാം. മാർക്കറ്റ് റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും സിസ്റ്റമാറ്റിക് റിസ്കിന്റെ മറ്റൊരു പേരാണ് മാർക്കറ്റ് റിസ്ക്. അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുമ്പോൾ ഒരു റിസ്ക് ഉണ്ടെങ്കിൽ അതിന്റെ പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പം പല പേരുകൾ ഉണ്ടാവും. ഈ അൺഡൈവേഴ്സിഫയബിൾ റിസ്ക് എന്ന് പറഞ്ഞാലും ഈ സിസ്റ്റമാറ്റിക് റിസ്കിനെ തന്നെയാണ് പറയുന്നത്. അൺഡൈവേഴ്സിഫയബിൾ, അതായത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റാത്തതെന്നാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ വഴി കുറയ്ക്കാൻ പറ്റുന്ന റിസ്ക് ഏതാണെന്നാണ്. അൺഡൈവേഴ്സിഫയബിൾ റിസ്ക് എന്ന് വെച്ചാൽ ഡൈവേഴ്സിഫിക്കേഷൻ വഴി കുറയ്ക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ ആൻസർ എല്ലാവരും പറഞ്ഞ ബി അല്ലേ? ബി റോങ് ആണ്. അൺഡൈവേഴ്സിഫയബിൾ റിസ്ക് എന്ന് പറഞ്ഞാലും സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പൊ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ വേറൊരു പേരാണ് മാർക്കറ്റ് റിസ്ക്, അൺഡൈവേഴ്സിഫയബിൾ റിസ്ക്. ഇതൊക്കെ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഓക്കെ, നമുക്ക് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ വഴി കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്നറിയോ? അതാ ചോദിക്കട്ടെ. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഹലോ, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്നറിയോ? ഓക്കെ ഓക്കെ, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന, അതായത് പലതരം സെക്യൂരിറ്റീസിൽ നമ്മൾ ഇഷ്യൂ മീൻസ് അതിന്റെ റീസൺ ഒരിടത്ത് പ്രോഫിറ്റ് ഉണ്ടായി ലോസ് ഉണ്ടായാലും അത് ഓഫ്സെറ്റ് ചെയ്ത് പോകും. അതിനു വേണ്ടിയാണ് നമ്മൾ പല സ്ഥലം ഒരിടത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ പല സ്ഥലത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിനെയാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പം സിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കാരണം കുറയ്ക്കാൻ പറ്റുമോ? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത റിസ്ക് ആണ്. അതിനെ നമുക്ക് ഒരിക്കലും ഡൈവേഴ്സിഫിക്കേഷൻ കാരണം കുറയ്ക്കാൻ പറ്റില്ല. ഡൈവേഴ്സിഫിക്കേഷൻ കാരണം കുറയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു റിസ്ക് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിലാണ് അത്. അതായത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്റേണൽ റിസ്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്റേണൽ എക്സ്റ്റേണൽ ഒക്കെ. അതുപോലെ ഇന്റേണൽ ആയിട്ടുള്ള റിസ്കുകളെയാണ് ഈ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ളതിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഡൈവേഴ്സിഫിക്കേഷൻ വഴി എന്തെങ്കിലും നമ്മുടെ ആക്ഷൻ വഴി കുറയ്ക്കാൻ പറ്റുന്ന റിസ്കുകൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. അൺസിസ്റ്റമാറ്റിക് റിസ്കിന്റെ മറ്റൊരു പേരാണ് കമ്പനി റിസ്ക്. അപ്പം മറക്കാതെ അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആയോ? മാർക്കറ്റ് റിസ്ക്, അൺഡൈവേഴ്സിഫൈബിൾ റിസ്ക്, സിസ്റ്റമാറ്റിക് റിസ്ക് ഇതെല്ലാം സെയിം ആണ്. അതുപോലെ തന്നെ കമ്പനി റിസ്ക്,
അൺസിസ്റ്റമാറ്റിക് റിസ്ക് സെയിം ആണ്. ക്ലിയർ ആയോ? ഡൗട്ട് പറയണേ, നമ്മുടെ ടൈം ഏകദേശം തീരാറായി. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ ഡൗട്ട് ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും എല്ലാം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ കറക്റ്റ് 8:59. ഓക്കെ മാം, ദർ ഇസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് RRR? ഓക്കെ, ഡിഫറൻസ് ഉണ്ട്. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണും എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേണും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റർ ആഗ്രഹിക്കുന്ന ഒരു മിനിമം റിട്ടേൺ ആണ്. അതായത് ഒരു പ്രൊജക്ട് വേണം എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയുള്ള ഒരു മിനിമം ആയിട്ട് ഒരു ഇത്രയെങ്കിലും കിട്ടിയ നമ്മൾ ആ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യാന്ന് വെക്കും. അതാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. മിനിമം ഒരു ഇത്രയെങ്കിലും വേണം. മനസ്സിലായോ? ഒരു പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിന്റെ ബേസിലാണ്. ഇത് മിനിമം ഇത്രയെങ്കിലും കിട്ടിയാൽ, മിനിമം ഇത്രയാണെങ്കിൽ നമ്മൾ ആ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് എത്ര വരെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അത് മാക്സിമം ആണ്. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? റിക്വയർഡ് റേറ്റ് പറയുന്നത് ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മിനിമം റിട്ടേൺ, ഒരു മിനിമം ഇത്രയെങ്കിലും റിട്ടേൺ കിട്ടിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും. അതിനെയാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. മിനിമം നമുക്ക് എത്ര കിട്ടണം. എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര വരെ കിട്ടിയാൽ, മാക്സിമം എത്ര വേണം, അതാണ് എക്സ്പെക്ടഡ് റിട്ടേൺ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോ കേട്ടോ. അപ്പൊ മനസ്സിലായെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ ഇന്നത്തെ ക്ലാസ്? ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ അയച്ചു തന്നെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമായിരിക്കും. ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. നിർത്തുവാണേ.